എന്ത് കിട്ടിയാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ടാ പഠിച്ചിരുന്നു. അറിയാതെ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അവിടെ എത്തിയപ്പോഴാണ് ഡ്രോയിങ് ഷീറ്റ് കണ്ടിട്ട് ആകെ കിളിപോയി കിടക്കാന്ന് പറഞ്ഞു. മുഖത്തൊക്കെ പെയിന്റ് ഒക്കെ ചെയ്ത് കോസ്റ്റ്യൂം ഒക്കെ മാറ്റി. നീറ്റ് ഒരു ആ വില്ലനാണല്ലേ. ബാക്കിയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് കടിക്കും. ഈ റിപ്പീറ്റ് ചെയ്ത് കിട്ടണ പോലെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. ചെറിയൊരു മാർക്ക് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പൊ എനിക്ക് തോന്നി അടുത്ത ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കണം. ഹലോ ഓൾ, തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബുർജ് ഖലീഫയോളം അച്ചീവ് ചെയ്ത് ജിദ്ദ ടവർ പോലെ അതിനു മുകളിൽ പറന്നുയരാൻ തയ്യാറായിട്ടിരിക്കുന്ന കുറച്ച് പേരാണ് എൻ്റെ കൂടെ എന്നുള്ളത്. നമ്മുടെ തിങ്ക് കോട്ടക്കലിന്റെ BR ടോപ്പേഴ്സ് ആണ്. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ്. ഹായ്, ഞാൻ ഫാത്തിമ നസ്രീൻ ഫ്രം പെരിന്തൽമണ്ണ. ഈ ഇയറിലെ JBR റിസൾട്ട് വന്നപ്പോഴേക്ക് 99.96% സ്കോർ ചെയ്യാൻ പറ്റി. കൂടാതെ ഓൾ ഇന്ത്യ റാങ്ക് 3rd അച്ചീവ് ചെയ്യാനും പറ്റി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഹായ്, ഹലോ, ഞാൻ ദിൽഷാൻ നാസർ, മലപ്പുറം പൂക്കോട്ടൂരിൽ നിന്ന് വരുന്നു. ഈ ജെയിൽ 99.77% കിട്ടി. അതോടൊപ്പം ഓൾ ഇന്ത്യ റാങ്ക് 36ഉം. ഒരുപാട് സന്തോഷമുണ്ട്, വളരെ ഹാപ്പിയാണ്. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ജുനൈദ് ഫ്രം തിരൂരങ്ങാടി. ഇക്കഴിഞ്ഞ JEE പേപ്പർ 2 എക്സാമിനേഷനിൽ എനിക്ക് 99.77% അച്ചീവ് ചെയ്യാൻ പറ്റി. വിത്ത് ഓൾ ഇന്ത്യ 37 റാങ്കും. വളരെ ഹാപ്പിയാണ്, സന്തോഷം, അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് NIT കാലിക്കറ്റിലൊക്കെ അഡ്മിഷൻ കിട്ടി പോകാൻ റെഡി ആയിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണ്. സോ വാട്ട് ഡു യു ഫീൽ നൗ? എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എക്സ്ട്രീംലി ഹാപ്പി, അതാണ് ഫസ്റ്റ് പറയുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഇങ്ങനത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായ NIT കാലിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ എല്ലാവരും വിചാരിക്കും അതിലൊന്നും പറ്റൂല, എനിക്കൊന്നും കിട്ടൂല അങ്ങനെ വിചാരിക്കും. പക്ഷേ നമുക്കും നേടാൻ കഴിയും അങ്ങനെയൊക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ +2 വരെയൊക്കെ NIT IIT എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ തൊടാൻ പറ്റാത്ത എന്തോ ഒരു വലിയൊരു സംഭവമാണെന്നുള്ള ലെവലായിരുന്നു. ഇപ്പോൾ ആ ഒരു NIT ഡ്രീം കോളേജ് NIT കാലിക്കറ്റ് കിട്ടി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. വളരെ സന്തോഷം. അതും എൻ്റെ ഡ്രീം കോളേജായ NIT കാലിക്കറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ ഒരുപാട് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വൈ ആർക്കിടെക്ചർ? ഇത് ആദ്യം നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം, ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടാവാം, മേ ബി ഒരു മൊമെന്റിൽ നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ടാവാം. സോ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ? വൈ ആർക്കിടെക്ചർ? ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും +2 കഴിഞ്ഞാൽ നീറ്റ് അല്ലെങ്കിൽ JEE BTech അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ഇവിടെ അധികം പാരൻസും. പക്ഷേ ഇക്ക് പറയുമ്പോൾ എന്താ +1 എന്നാണ് ഇങ്ങനെ വന്നത്. ആർക്കിടെക്ചർ എന്നുള്ള ഫീൽഡ് ഉണ്ട്, അങ്ങനെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ എന്താ ഈ അഡ്രിയാൻ സ്മിത്തിൻ്റെ ഒക്കെ ബുർജ് ഖലീഫ അങ്ങനത്തെ സ്കൈ സ്ക്രേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അങ്ങനെയാണ് ആർക്കിടെക്ചർ എന്നുള്ള ഫീൽഡിലേക്ക് വന്നതും. അല്ലാതെ കുറേ ആൾക്കാരുണ്ട് വരക്കാൻ മാത്രം അറിയും പറഞ്ഞിട്ട് ഫീൽഡിലേക്ക് വരുന്നവരുണ്ട്. പക്ഷേ ഇക്ക് അങ്ങനെയല്ല, വരക്കാൻ അങ്ങനെ അറിയില്ലെങ്കിൽ കുറച്ചൊക്കെ അറിയും. പിന്നെ അങ്ങനെ ബിൽഡിങ്സ് സ്ട്രക്ചേഴ്സ് അങ്ങനെ ഉണ്ടാക്കി വലിയൊരു അങ്ങനെ സ്കൈ സ്ക്രേപ്പേഴ്സ് ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ +2 വരെ എത്തി. +2ൽ എങ്ങനെയൊക്കെയോ സയൻസ് എടുത്തു, അതിലെങ്ങനെ പോയി. പിന്നെ എന്തെടുക്കണം എന്നുള്ളതാണല്ലോ എല്ലാവരും ചോദ്യം. അതിൻ്റെ ശേഷം എന്തൊക്കെ ഒരു വന്നപ്പായി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാം, ഒരു കരിയർ ഗൈഡൻസിന് പോയി അതിനൊക്കെ കണ്ടു. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഒരു ഫീസുള്ളതിലാണ് അവിടെ പോയി. അതിന് പോകുന്നതിന് മുമ്പ് എൻ്റെ താത്ത പറഞ്ഞു, ഇജ്ജ് വെറുതെ അങ്ങോട്ട് പോകുന്നു വേണ്ട, അതിൽ എനിക്ക് പറഞ്ഞത് ഒരു ആർക്കിടെക്ചറാണ്. കാരണം വീടുണ്ടാക്കുക അങ്ങനത്തെ ഇതിന് തേപ്പൊക്കെ മെയിൻ അതിനൊക്കെ പോയിക്കുക എന്നുള്ളത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അത്. സോ താത്ത പറഞ്ഞു അങ്ങനെ ആർക്കിടെക്ചർ എടുത്തോ, അതാവും നല്ലത്. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, അടിപൊളി സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വെറൈറ്റി കോഴ്സ് അങ്ങനത്തെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അയാൾ പറയും, നമ്മളെ ഉള്ളിൽ നിന്ന് എടുത്ത് പറയുന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ആളെ കാണാൻ പോയി. അത് എക്സാം ഉണ്ട്, ആ എക്സാം എഴുതുന്നു, അവർ ഗ്രാഫാക്കി. അപ്പോൾ ആളിങ്ങനെ ഗ്രാഫ് നോക്കണ്, ഇന്ന നോക്കി ഗ്രാഫ് നോക്കി ഇന്ന നോക്കി ആർക്കിടെക്ചർ. ഇതിനു മുന്നേ ആളോട് ആർക്കിടെക്ചർ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്താണ് വേണ്ടതെന്നോ നമ്മളൊരു കൺസേൺ ഉണ്ടാവില്ല ആർക്കിടെക്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ആള് നോക്കിയാണ് പറഞ്ഞു ഗ്രാഫിൽ കറക്റ്റ് ആർക്കിടെക്ചർ കൊടുത്തോളാം ബെസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആർക്കിടെക്ചർ എടുക്കുന്നത്. ഓക്കെ, എനിക്കതന്നെ ഡ്രോയിങ്ങിൽ അത്യാവശ്യം വരക്കാൻ നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ ആർക്കിടെക്ചർ എനിക്ക് നല്ലൊരു ചോയ്സായി തോന്നി. അതുപോലെ തന്നെ ഈ ഓരോ വീട് ഓരോ ആർക്കിടെക്ട്സിൻ്റെ വർക്കൊക്കെ കാണുമ്പോൾ, പിന്നെ ഫേമസ് ആയ ആർക്കിടെക്ട്സ് BV ദോഷി, അതുപോലെ തന്നെ സഹാരി, ഇവരൊക്കെ ആ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു
കുളിർമയായിരുന്നു. ഇൻസ്പയർഡ് ആയി. ഇൻസ്പയർ ഓക്കെ. അപ്പൊ ആ ഒരു കുളിർമയാണ് ആർക്കിടെക്ചർ ചൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ. സോ പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ടും ഒരു 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 ടേണിംഗ് പോയിന്റ് ആണ് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കിടെക്ചർ ഓൾറെഡി ചൂസ് ചെയ്തു, ആർക്കിടെക്റ്റ് ആവണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തു. അടുത്തത് പാരൻസിൻ്റെ അടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ ഒരു സപ്പോർട്ട് വേണം, നമുക്ക് കോച്ചിങ്ങിന് പോകണം. സോ എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? എങ്ങനെയാണ് പാരൻസിനെ കൺവിൻസ് ചെയ്തത്? അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ കരിയേഴ്സിൻ്റെ ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഓലോട് പറയാനായാലും ഫുൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ അങ്ങനെ അതിലുണ്ടായതുകൊണ്ട് തന്നെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ മനസ്സിലായി, അങ്ങനെ എടുത്തു പോകുന്നു. എൻ്റെ കേസിലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ പ്ലസ് ടുവിൽ ഇപ്പോൾ 98% ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ റിലേറ്റീവ്സും കുറേ ആൾക്കാർ പറഞ്ഞു ഈ നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ പോയിക്കോ, അങ്ങനെ പോയിക്കോ, അങ്ങനെ പോയിക്കോ പറഞ്ഞു. അങ്ങനെയല്ല, കുറേ ആൾക്കാർക്ക് നീറ്റിന് പോകണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനോടൊരു ഇത് വരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു വട്ടം JBR എക്സാം അങ്ങനെ ഒരു വട്ടം എഴുതി നോക്കി, ജസ്റ്റ് പ്ലസ് ടുവിൻ്റെ അപ്പം. അപ്പം അങ്ങനെ കുഴപ്പമില്ലാത്ത പെർസെൻറ്റേജ് കിട്ടി. അപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയി, ഇത് പറ്റും, കിട്ടും. പിന്നെ എനിക്ക് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ NIT തന്നെ പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് നാറ്റ് എക്സാം അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിഞ്ഞില്ല. ആകെ JBRക്ക് ഒരു എക്സാം ഉണ്ട്, NIT കയറുക. ആ ഒരു പാത്ത് മാത്രമേ ഞാൻ നോക്കിയിരുന്നത്, വേറെ ഒന്നും നോക്കിയില്ല. ഓക്കെ. സോ ആ പാത്ത് മാത്രം നോക്കി എന്നിട്ട് കാലിക്കറ്റിൽ തന്നെ എത്താൻ പറ്റിയല്ലേ. ഓക്കെ. സോ ജുനൈദിന് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? എൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. കാരണം ആർക്കിടെക്ചർ ചൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളെ മേഖല ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വരക്കാൻ കഴിവുള്ളതുകൊണ്ട് നമുക്ക് ഏത് മേഖല ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു മുന്നിലെ ഓപ്ഷൻ. അപ്പോൾ അത് ആർക്കിടെക്ചറാണ് ഞാൻ ചൂസ് ചെയ്തത്. അതുപോലെ ഇനിയിപ്പോൾ എവിടെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നല്ല പ്രീമിയം കോളേജ് എവിടെയാണ്, അപ്പോൾ അതിന് പേപ്പർ 2 എക്സാമിനേഷൻ എഴുതണം, NIT കാലിക്കറ്റ് കിട്ടണേ. സോ ഏതൊരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കാം, പക്ഷേ അതിലൊരു ചെറിയ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് വരുന്നത് അല്ലേ. അപ്പോൾ ആർക്കിടെക്റ്റ് ആവണം അല്ലെങ്കിൽ ആർക്കിടെക്ചർ ചൂസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്നത് ആരായിരുന്നു? എൻ്റെ ഉമ്മയാണ്. 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 ഓക്കെ. സോ എന്തായിരുന്നു ഉമ്മയുടെ റിയാക്ഷൻ ഇത് പറഞ്ഞ സമയത്ത്? പറഞ്ഞ സമയത്ത് ഉമ്മ പറഞ്ഞു എനിക്ക് പറ്റുമെങ്കിൽ ഈ പ്രിപ്പയർ ചെയ്തോ. അപ്പോൾ ഈ എന്നൊക്കെ പറയുമ്പോൾ അധികം ആൾക്കാർ ഉമ്മ കുറേ എല്ലാവരും ചോദിച്ചു, എന്ന് പറയുമ്പോൾ പറ്റുമോ ഈ റിപ്പീറ്റ് ചെയ്ത് കിട്ടണ പോലെ ബുദ്ധിമുട്ടല്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ ഇൻഷാ അള്ളാ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കാം. അതും NIT കാലിക്കറ്റിൽ തന്നെ കിട്ടാൻ ശ്രമിക്കാം. അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഓക്കെ. ഉമ്മ ഹാപ്പിയാണ് ഇപ്പോൾ? ഓ വളരെ ഹാപ്പിയാണ്. ഓക്കെ. സോ നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്തു, ആർക്കിടെക്ചർ ഓപ്റ്റ് ചെയ്തു, പാരൻസിനെ കൺവിൻസ് ചെയ്തു. സോ അടുത്തത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാന്നുള്ളതായിരിക്കും അല്ലേ. സോ എങ്ങനെയാണ് തിങ്കിലെത്തിയത്? തിങ്കിലെന്ന് പറഞ്ഞാൽ ആക്ച്വലി JBRക്ക് എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് ഒരു ബ്രൗച്ചർ വന്നു, തിങ്കിൻ്റെ ബ്രൗച്ചർ. അത് നോക്കിയപ്പോൾ എക്സാം നോക്കിയപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഉറപ്പിച്ച് ഇതിൽ ചേരണം. പിന്നെ അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് വീഡിയോസും ഇതൊക്കെ കണ്ട് പിന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് തിങ്ക് തന്നെ ഉള്ളൂ നമ്മളെ കേരളത്തിൽ, ഇന്ത്യൻ്റെ മൊത്തം. പിന്നെ അതിൽ തന്നെ ജോയിൻ ആക്കാൻ വിചാരിച്ചു. അങ്ങനെ തിങ്കക്ക് എത്തി. അങ്ങനെ തിങ്കിലെത്തി. ഓക്കെ. ദിൽഷാന്റെ എങ്ങനെയായിരുന്നു? ഇതുപോലെ ബ്രോഷർ കിട്ടിയായിരുന്നോ? ഇല്ലല്ലേ, ഞാൻ ആ വാതിക്കെ പോയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ JEE റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവര് പറഞ്ഞാൽ അവിടുന്ന് അന്ന് ഫസ്റ്റ് എഴുതിയത് രണ്ടാമത്തെ അറ്റംപ്റ്റ്. ഞാൻ അതൊന്നും അറിയില്ല, BRക്ക് JEE ആണോ, JEEയുടെ പേപ്പർ 2 അങ്ങനെയൊന്നും അറിയില്ല. അതിനായിട്ട് ഒരു പ്രത്യേക കോച്ചിങ് സെൻറ്റർ ഉണ്ടോ അങ്ങനെയൊന്നും അറിയില്ല ഇനി. പിന്നെ പറഞ്ഞു വന്നു, യൂട്യൂബിലൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് തപ്പി. അപ്പോഴാണ് യൂട്യൂബിൽ ഇങ്ങനെ തിങ്കിൻ്റെ ഇൻ്റർവ്യൂസ് ആയാലും അതിൻ്റെ കുറച്ച് ക്ലാസ് ആയാലും ഒക്കെ തിങ്കാണ് മെയിനായിട്ട്, തിങ്കിൻ്റെ മാത്രം കണ്ടു. അപ്പോൾ അങ്ങനെ തിങ്കിനെ കോൾ ചെയ്തു. അങ്ങനെയാണ് തിങ്കിലേക്ക് ഇങ്ങനെ എത്തിയത്. പിന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഓലിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഫാത്തിമ നസ്രിനല്ലേ JEE BTech അങ്ങനെ റിപ്പീറ്റ് ചെയ്യാനല്ലേ എന്ന് വെച്ചിട്ട്. ഓലെ വിചാരം JEE പറയുമ്പോൾ BTech ആണ്. അപ്പം ഞാൻ കുറേ അല്ല പറഞ്ഞാൽ ഓല് അറിയാം ആണ് ഇതിലുണ്ട്. BRക്ക് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നറിയും. എന്നിട്ട് കുറേ പാരൻസിനോടൊക്കെ പറയും അങ്ങനെയാണ്, ഫീ കുറവാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പറഞ്ഞു എന്നാൽ അങ്ങോട്ട് പോയിക്കോ അത് നല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അതിലൊന്നും ഇല്ല, കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ ഒരു 3 മാസമായിട്ട് BTech കോച്ചിങ് ചെയ്തിട്ട് പിന്നെ തിങ്കക്ക് വന്നിട്ടുണ്ട്. ഓൾക്ക് അറിഞ്ഞില്ല, ഓള് പറഞ്ഞു ഓലിങ്ങനെ പറ്റിച്ച് കൊണ്ടുപോയിട്ട് BRക്ക് ഉണ്ട് പറഞ്ഞിട്ട് വെറുതെ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ വെറുതെ 3 മാസം അങ്ങനെ പിന്നെയാണ് മനസ്സിലായി തിങ്കുള്ളൂ സത്യം പറഞ്ഞാൽ. കുറേ ആൾക്കാർക്ക് അറിയില്ല ഈ പേപ്പർ 2 ഉണ്ടെന്ന്. അതേപോലെ JEE എഴുതാൻ പോയ ഒരാൾ, BTech എഴുതാൻ പോയ ആൾ
അറിയാതെ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അവിടെ എത്തിയപ്പോഴാണ് ഡ്രോയിങ് ഷീറ്റൊക്കെ കണ്ടിട്ട് ആകെ കിളിപോയി കിടക്കാന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട് എക്സാം സെന്റേഴ്സിലൊക്കെ. കളേഴ്സ് ഒക്കെ വേണമെന്ന് അറിയില്ല. ലൈക്ക് പേപ്പർ ആ. എന്താണെന്ന് അവർക്ക് അത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. അതെ. കുറെ ആൾക്കാർ ഒന്നും അറിയാതെ പെട്ടെന്ന് വരുന്നത്. ഇത് ബിടെക്കില് ജെഇ എന്ന് പറഞ്ഞാൽ ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആ ഒരു ഫീൽഡാണെന്ന് വിചാരിച്ചു പോണ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ. സോ ജുനൈദിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതുപോലെ സിമിലർ ആണോ അതോ ഈസ് ഇറ്റ് എ ഡിഫറെന്റ് സ്റ്റോറി? ഡിഫറെൻ്റാണ്. ഞാൻ പ്ലസ് ടുൻ്റെ കൂടെ ട്യൂഷന് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ സാറ് ജിതിൻ സാറ് പറയും. അപ്പോൾ സാറിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള എക്സാമിന് ഏത് എക്സാമാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ജെഇ പേപ്പർ 2 ഉണ്ട്, പിന്നെ അതുപോലെ നാറ്റ് എക്സാം ഉണ്ട് പറഞ്ഞു. അപ്പോൾ സാറിനോട് നല്ല വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറ് പ്രിഫർ ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞത് ഇങ്ങനെ തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അങ്ങനെ അവിടുത്തെ കോൺടാക്റ്റും ഡീറ്റെയിൽസൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ തിങ്കിനെ ഫോളോ ചെയ്ത് തിങ്കിലേക്ക് എത്തി. ഓക്കെ. നിങ്ങൾക്ക് ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ ഈ ജിതിൻ സാറിന്റെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു 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 ഇൻഫ്ലുവൻസിങ് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്ത ആരെങ്കിലും ഓർമ്മയിലുണ്ടോ? അങ്ങനെ പറയുമ്പോൾ പാരൻസ് ഫ്രണ്ട്സ് ഓലൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനല്ല ഓലിപ്പം എൻ്റെ കസിനൊക്കെ ആണെങ്കിൽ ഓള് പറയും ഇജ്ജ് എന്തായാലും അതിനെ പോയിക്കാൻ എനിക്ക് കിട്ടും, എനിക്ക് കിട്ടും അതിന് പോകാൻ നല്ലത്. ബാക്കിയുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് അടിക്കും. എന്തിനാ ആർക്കിടെക്ചറിന് പോണ്, നീറ്റ് എഴുതിക്കൂടെ, എനിക്ക് ഡോക്ടർ ആയിക്കൂടെ, അങ്ങനെയൊക്കെ ചോദിക്കണമായിരുന്നു. ഈ നീറ്റ് ഒരു ആ വില്ലനാണല്ലേ? ആകെ അവൾക്ക് നീറ്റും ജെയിലും ആകെ എഞ്ചിനീയർ അത് മാത്രമേ അറിയുള്ളൂ. എൻട്രൻസ് കോച്ചിങ് ഉണ്ട് പറഞ്ഞാൽ ആകെ എല്ലാവർക്കും അറിയാം നീറ്റ് ജെയ് ബിടെക് ആ രണ്ട് ഇത് മാത്രമല്ല അറിയാം. ഇതിനായിട്ട് ഇങ്ങനെ ഒരു കോച്ചിങ് ഉണ്ടോ, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോഴാണ് പിന്നെ ഇങ്ങനെ അറിഞ്ഞു. ആൻഡ് ഇവൻ നീറ്റും ചെയ്യും പോലും ഈ സൊസൈറ്റീന്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം അല്ലെങ്കിൽ പാരന്റ്സ് കമ്പൽ ചെയ്തിട്ട് ചൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആർക്കിടെക്ചർ പോലും അറിയാത്ത കുറെ ആൾക്കാർ. ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളവിടെ അറിയാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓറിയന്റേഷന്റെ ഒക്കെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡേ ഐ തിങ്ക് എന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് ഡേയിലെ ഫീലിംഗ്? എക്സൈറ്റഡ് ആയിരുന്നോ അതോ? എക്സൈറ്റഡ് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു മുണ്ടാതെ. ഞങ്ങളെ ക്ലാസ് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രോവേർട്ട് ക്ലാസ് ആയിരുന്നു. പിന്നീട് ആ പിന്നെ എല്ലാവരും കമ്പനി ആയി തുടങ്ങിയത്. അങ്ങനെ പിന്നെ എല്ലാവരും ഒരേ വൈബിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റഡ്. എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ട്, അന്ന് സാറ് ചോദിച്ചിട്ടില്ല ആർക്കാണ് അല്ല എവിടെ ചൂസ് ചെയ്യേണ്ടെന്ന് ആഗ്രഹമുള്ളവരുണ്ടോന്ന്, ഒരു കോളേജ് മാത്രം. അപ്പം അന്ന് ഞാൻ നീച്ച് പറഞ്ഞതൊക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ട്, NIT കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു അങ്ങനെ തോന്നും. എനിക്ക് ഓർമ്മയുണ്ട്. ക്ലാസ് മൊത്തം എണീച്ചത് ആ. NIT കാലിക്കറ്റ്. അധികം അന്ന് എൻ്റെ അടുത്ത് NIT കാലിക്കറ്റ് എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ പലരും NIT കാലിക്കറ്റിൽ എത്തിയിട്ടുണ്ട് അല്ലേ? സോ എനിക്ക് ഓർമ്മയുണ്ട് നെസ്റിൻ ഒരു ക്ലാസ്സിൽ ഞാനിങ്ങനെ ബാച്ചസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ബാച്ച് അത്രയും എക്സ്പെക്ടേഷൻ ഉണ്ട്, കോട്ടക്കൽ ബ്രാഞ്ചിൽ എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നെസ്റിൻ്റെ ഫേസിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് പിന്നെ റാങ്ക് കിട്ടിയ സമയത്ത് ഞാൻ അത്രയും ലൈക്ക് ഓർമ്മ വന്നു, എനിക്ക് ആ ഒരു മൊമെന്റ് ഓർമ്മ വന്നു നിങ്ങളുടെ ആ ബാച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നെസ്റിൻ്റെ ഒരു എക്സ്പ്രഷനും. ആൻഡ് ദെൻ കേരള ടോപ്പർ ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നിങ്ങളുടെ ആ ഒരു ക്ലാസ് റൂം മെമ്മറീസ് ആണ്. എന്റെ കേസിൽ എന്ന് പറഞ്ഞാല് സാധാരണ ഇപ്പൊ ഫസ്റ്റ് ഡേ ഒന്നുമില്ല. ഇവര് എല്ലാരും വന്നതിന്റെ ശേഷം ലാസ്റ്റ് ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് ഓർമ്മ ഉണ്ട്, ഞാൻ നേരെ വന്നു, ഇവനാണ് അപ്പുറത്ത് ഇരിക്കുന്നത്. എന്താ ഒരു ക്ലാസ് എനിക്കറിയില്ല. ഇപ്പൊ നമ്മള് ജെഇ റിപ്പീറ്റ് ചെയ്യാൻ വന്നാണല്ലോ, എങ്ങനെ ഉണ്ടാവും ക്ലാസ് ഒന്നും അറിയില്ല. അപ്പൊ ആ ഒരു ലെവലില് വന്നിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് അടിപൊളിയായി. ഫസ്റ്റ് ദിവസം അങ്ങനെ പോയി. ഒരു ബ്രേക്ക് ആയപ്പോ തന്നെ ഒക്കെ ഒന്നിങ്ങനെ ജോയിൻ ആയി, കമ്പനി ആയി ഇങ്ങനെ വന്നു. ഓക്കെ. ഓക്കെ ജുനൈദിന് എങ്ങനെയുണ്ടായിരുന്നു? 2 days കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ലേറ്റ് ആയി കണ്ട് തന്നെ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഡേ കിട്ടിയിട്ടില്ല സർ പറഞ്ഞ പോലെ. പിന്നെ എല്ലാവരും തന്നെ ഫ്രണ്ടിലേക്ക് കണ്ട് തന്നെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റി. പിന്നീട് കുറച്ച് കഴിഞ്ഞ ശേഷം ദിൽഷാനൊക്കെ കയറി വരുന്നത്. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ദിൽഷാനെ കയറി വരണം എൻ്റെ കൂടെ ഒപ്പയാണ് ഇരുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഇൻഷാല്ലാ NIT കാലിക്കറ്റിലും ഇരിക്കണം അല്ലേ? അതെ ഞങ്ങൾ ഇടക്കിടക്ക് ഇവരെ പറയും, കാലിക്കറ്റിൽ ഈ തലക്കത്തെ ബെഞ്ചിൽ പുറത്ത് ഞാൻ എല്ലാവരും അങ്ങനെ തന്നെ ഓരോരുത്തരും പറയും. അപ്പൊ കാലിക്കറ്റ് ബാക്കത്തെ ബെഞ്ചിലൂടെ നമ്മളിവിടെ ഇങ്ങനെ ബെഞ്ചൊക്കെ പിടിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് പുതിയ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ തിങ്കല്ലേ പകുതി അവിടെ പകുതി നമ്മുടെ പകുതി കുട്ടികളായിരിക്കും. നമ്മളാ. Okay. നമ്മളെ കോട്ടക്കൽ തന്നെ 6 ആൾക്കാര്. ഫസ്റ്റ് അലോട്ട്മെന്റ് First. വരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇനി പ്രിപ്പറേഷൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഹോൾ ജേർണിയിൽ തിങ്കിന്റെ റോൾ എന്തായിരുന്നു? തിങ്ക് എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? തിങ്കിലെ ജേർണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ നമ്മളൊരു റിപ്പീറ്റർ ബാച്ചിലേക്ക് പോകണം ആ ഒരു ലെവലേ അല്ല. ഇപ്പോൾ സാധാരണ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആകെ നമ്മളിപ്പോൾ ഒരു ടീച്ചേഴ്സ് ആയാലും ഒക്കെ നമ്മുടെ ഒരു ബോണ്ടിൽ, നമ്മളൊരു ലെവലിൽ ഒക്കെ നല്ലൊരു അടിപൊളിയായിരുന്നു.
പിന്നെ മെറ്റീരിയൽസ് പറയുകയാണെങ്കിൽ നല്ല മെറ്റീരിയൽസ് ഇപ്പോൾ ആർക്ക് അവയർനെസ് ആവട്ടെ ഒക്കെ അതിനും എന്താണോ നമുക്ക് ആർക്കിടെക്ചറിന് ആവശ്യമുള്ളത് അതിനുള്ള കറക്റ്റുള്ള ഒരു ടോപ്പിക്സും അതിൻ്റെതായിട്ട് അറിയുന്ന എല്ലാ സാറുമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ക്ലാസ് ടൈമിൽ തന്നെ ഇപ്പോൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ സാധാ പോലെ അല്ല, നമ്മൾ സ്ക്രീനിൽ മ്യൂസിക്കൊക്കെ ഇട്ട് എയർപോർട്സ് ഒക്കെ വെച്ചിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോഡായിരുന്നു, ഒരു വൈബ് മോഡ്. നല്ല രസമാണ്, ക്ലാസ്സൊക്കെ അടിപൊളി. നമ്മളിപ്പോൾ പ്ലസ് ടു വരെ എന്ത് പഠിച്ചോ അതേ അല്ല, ആകെ Really ക്ലാസ് ഒക്കെ different മാറി. അതുപോലെ ലൈഫ് സ്കെച്ചിങ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മള് സ്കെച്ച് ഒക്കെ പുറത്തോട്ട് പോവാ, ഔട്ട്ഡോർ ഒക്കെ outdoor അടിപൊളിയായിരുന്നു. രാജ സ്കൂളിൻ്റെ അവിടെ രാജാസ്. ഔട്ട് സൈഡ് ഭയങ്കര രസമായിരുന്നു. പിന്നെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ എക്സാംസ് ആണ്. ഇപ്പൊ നമ്മൾ ടൈം മാനേജ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ മെയിനായിട്ട് എക്സാമിന് വേണ്ടത്. ഇതൊക്കെ വളരെ കൃത്യമായിരുന്നു. ഇപ്പോൾ ആ ഓൾറെഡി ഡ്രോയിങ് ഒക്കെ തന്നെ ഓക്കെ 30 മിനിറ്റ്സിലൊക്കെ അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യാം, പോർട്രേറ്റ്സ് ഒക്കെ. അത് ഫസ്റ്റ് ഒന്നും തീർക്കാന്നുള്ളതാണ് കയ്യേ മെയിൻ. ചെയ്യില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒക്കെ ഉണ്ടാവും ഫസ്റ്റത്തെ എക്സാം പേപ്പറിലൊക്കെ. പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ റെഡിയാക്കി പ്രാക്ടീസ് വരും, പ്രാക്ടീസ് ലാസ്റ്റ് വരുമ്പോഴത്തേന് നമ്മളത് കിടിലനായിട്ട് വരും. സോ ഒരു 1 ഇയർ എൻട്രൻസ് കോച്ചിങ് ജേർണി എന്ന് പറയുമ്പോൾ അതിൽ എന്തായാലും ഹൈ മൊമെന്റ്സും ലോ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും. കോൺഫിഡൻസ് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ ആ കോൺഫിഡൻസിന് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ്, പേഴ്സൺസ്, അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഇതിൽ ജയിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അടുത്ത പ്രാവശ്യം അപ്പോഴാണ് ഏതോ ഒരു ആർക്കിടെക്ചറിൻ്റെ ഇതിൽ തന്നെ തിങ്ങിൻ്റെ തന്നെ ഇൻ്റർവ്യൂ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി അടുത്ത ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കണം. അപ്പോൾ ആ ഒരു ഇതിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് സ്വന്തമായിട്ടൊരു വാട്സപ്പ് ഉണ്ടാവുമല്ലോ, ഞാൻ അതിൽ വോയിസ് ഇട്ടു എന്ത് പറയണം എന്നുള്ളത്, അടുത്ത ഇൻ്റർവ്യൂവിൽ എന്ത് പറയണം എന്നുള്ളത് ഇടും. അപ്പോൾ എങ്ങനെ ഡൗൺ ആകുമ്പോഴും മോട്ടിവേറ്റ് അല്ലാതാവുമ്പോഴും ഒക്കെ അത് കേൾക്കും. എന്നിട്ട് ഇങ്ങനെ തോന്നും അടുത്ത ഇൻ്റർവ്യൂവിൽ ഇത് പറയണം, അപ്പോൾ പിന്നെയും പഠിക്കാറ്. അങ്ങനെ ആ ഒരു ലെവലിൽ എന്തായിരുന്നു അതിൽ പറഞ്ഞത്? അത് പറഞ്ഞ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇതന്നെ ഞാൻ അങ്ങനെ മറ്റേ ഇതിൽ പോയി ആർക്കിടെക്ചർ എടുക്കാൻ കാരണം അങ്ങനത്തതൊക്കെ ജസ്റ്റ് വോയിസ് ഇട്ടു ഇങ്ങനെ പറയണം എന്നുള്ളത്. അതിങ്ങനെ ജസ്റ്റ് കേട്ട് കേട്ട് മോട്ടിവേറ്റഡ് ആവുക, അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഇത്. ഓക്കെ, നെസ്റിൻ എങ്ങനെയായിരുന്നു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്കെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ചെറിയൊരു മാർക്ക് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്നിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ തന്നെ ഇങ്ങനെ റാങ്കൊക്കെ നല്ല അടിക്കൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇരുന്ന് കരയാക്കരം. അപ്പം എൻ്റെ ആൻറ്റി, ഹോസ്റ്റലത്തെ വാർഡൻ, ഓലൊക്കെ വന്ന് എന്നെ നല്ല സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കുറേ സമാധാനിപ്പിക്കും. എന്തിനാ ഈ കരയണത്, എനിക്ക് കിട്ടാനുള്ളത് തന്നെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതേമാതിരി പാരൻസ്, ഉമ്മ, അപ്പ ഓലൊക്കെ എന്നെ വിളിച്ചിട്ട് ഓൽക്ക് അറിയാം, എനിക്ക് എൻ്റെ വോയിസ് മാറിയത് തന്നെ ഓൽക്ക് മനസ്സിലാവും. എനിക്കാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു കുറച്ച് മാർക്ക് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. ഫുൾ കരച്ചിലാക്കാരം. പിന്നെ പഠിക്കാൻ ആകെ ഒരു മൂഡ്. പിന്നെ അങ്ങനെ സപ്പോർട്ടീവായിട്ട് ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ ഫാക്കൽറ്റീസ് ഓലൊക്കെ ഭയങ്കര സപ്പോർട്ടീവായി നിൽക്കും. അപ്പോൾ പിന്നെ അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്നല്ല, മെയിൻ എക്സാമിന് പിടിക്കും. അങ്ങനെ ആ ഒരു ഇതായിരുന്നു. അപ്പോൾ സെക്ഷനിലേ വളരെ ലോ ആയിരുന്നു പെർസെൻറ്റേജ്. അപ്പോൾ 94 ഉള്ളതിന് 94 എന്നാണ് ഇപ്പോൾ 99ലേക്ക് വന്നത്. അപ്പോൾ ആ ജേണിയിൽ എത്രത്തോളം മെനക്കെടണമെന്ന് ഇപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ സപ്പോർട്ടീവായിട്ട് നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ ഉള്ളതിന്. ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ ആ റിസൾട്ട് കണ്ടതിന് ശേഷം അപ്പോൾ എനിക്കിനി കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടോ, എനിക്ക് മെനക്കെട്ടിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കിട്ടാത്തുമ്പോൾ എല്ലാവരും ആരും കൂടെ ഉണ്ടാവില്ല. കിട്ടുമ്പോൾ ഓലൊക്കെ ഞാനെന്നെ സപ്പോർട്ട് ചെയ്തു. ആർക്ക് 37 റാങ്ക് കിട്ടിയില്ല, ഓൾ ഇന്ത്യ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാണ്. കാരണം അന്ന് ഇൻസൾട്ട് ആക്കിയവർ ഇപ്പോൾ നമ്മളെ ഒന്ന് കയറ്റി പറയുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം വേറെ തന്നെ. അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു തിങ്കിൻ്റെ എക്സ്പീരിയൻസ്? എൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെലിബ്രേഷൻ 40th ആനിവേഴ്സറി ആയിരുന്നു തിങ്കിൻ്റെ. അത് പറയുമ്പോൾ എല്ലാവരും പാടെ 2 ക്ലാസ്സൊക്കെ കൂടി നല്ല രസമായിരുന്നു. എല്ലാവരും പാടെ ഒന്നിച്ചിരുന്ന് വെട്ടി നുറുക്കി അങ്ങനെ. നമ്മളാണ് ചെയ്യണം ഫുൾ പരിപാടി. നമ്മൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണത്, ഓർഡർ ചെയ്യണത്, എന്ത് പരിപാടിയായാലും ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണം. ഓരോ പ്രോപ്പർട്ടീസ് ആയാലും ആർക്കിടെക്ചർ ഇത് ബന്ധപ്പെട്ടുള്ള എല്ലാതും ഉണ്ട്. നമ്മൾ ഓരോ പിന്നെ പരിപാടി ഹാലോവീൻ ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. നമ്മള് മുഖത്തൊക്കെ പെയിന്റ് ഒക്കെ full ചെയ്ത് makeup. കോസ്റ്റ്യൂം ഒക്കെ മാറ്റി ഫുൾ നല്ല രസമായിരുന്നു. ഫ്രണ്ട്സിന് കഴിച്ചെടുക്കുമ്പോൾ ഓലൊക്കെ പറയും ഈ എൻട്രൻസ് കോച്ചിങ് തന്നെയാണ് പോയിക്കണത്. അതാ പറയാ, ലീവ് ഇത് എൻട്രൻസ് കോച്ചിങ് ആണെങ്കിൽ മനസ്സിലാവുകയില്ല. നമ്മളൊരു എൻജോയ് നമ്മളെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ ഒരു 1 ഇയറിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുപോലെ എടുത്തു പറയേണ്ടതാണ് തിങ്ക്ടോവർ അറിയും. തിങ്ക്ടോവർ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഇപ്പോൾ 30 days ആണ്. 30 days ഓരോ പ്രോംപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന ദിവസം ഇപ്പോൾ മോർഫിസം അങ്ങനെ അങ്ങനത്തെ ഓരോന്ന് വരക്കാനേ അങ്ങനത്തെ ഓരോ പ്രോംപ്റ്റ് തരുമ്പോൾ നമുക്ക് തന്നെ ഈ ചില വേർഡ്സ് നമുക്ക് കത്തിന്ന് വരില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് സെർച്ച് ചെയ്യും, ഈ വേർഡ്സിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കും. അത് ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മളിപ്പോൾ എക്സാമിൽ ഡ്രോയിങ്ങിൽ ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വരും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പേര് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മളപ്പോൾ കേൾക്കുക വരും അത് തപ്പാൻ നമുക്കൊരു ചോയ്സ് ഉണ്ട്. പക്ഷേ എക്സാമിൽ വരികയാണെങ്കിൽ ഇല്ലല്ലോ.
അപ്പോൾ അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോന്ന് കണ്ടക്ട് ചെയ്യണോണ്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥം ഇതൊക്കെ മനസ്സിലാക്കാൻ നല്ല യൂസ്ഫുൾ ആണ്. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഈ 30 ഡേയ്സിലും ഇപ്പോൾ ഏറെക്കുറെ ഒരു 20 ഇപ്പോൾ പ്രോംപ്റ്റിങ്ങിലും ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കും. അതിൽ അത്യാവശ്യം നല്ല പ്രൈസും ഇതൊക്കെ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ഡ്രോയിങ്ങിനെ വളരെ മെച്ചപ്പെടുത്താനും സ്കില്ല് വർദ്ധിക്കാനും ഹെൽപ്ഫുള്ളായി. നിങ്ങളുടെ എൻട്രൻസ് പ്രിപ്പറേഷനിൽ ഒരുപാട് സ്ട്രാറ്റജീസ് നിങ്ങൾ യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ മറ്റുള്ളവർ സില്ലി ആയിട്ട് കണ്ട എന്നാൽ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടാവും. ഇക്ക് പറയുമ്പോ ഞാൻ ഫസ്റ്റ് മുതലേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നോക്കി വന്നീന്നു. അപ്പോൾ പിന്നെ അവസാനത്തേക്ക് വെച്ച് ഒക്കെപ്പാടെ അങ്ങനെ ഇതായില്ല. അപ്പോൾ പക്ഷേ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ അവസാനം വെച്ച് നോക്കിയോണ്ട് അങ്ങനെയല്ല ഓൽക്ക് ഇങ്ങനെ എന്താ പഠിക്കണ്ടത് അറിയില്ല. അങ്ങനെ എന്തൊക്കെയോ കുറേ പഠിച്ചതാക്കും. പക്ഷേ നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ തുടങ്ങുകയാണെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ സ്ട്രെസ്സായി നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായി തോന്നിയിരുന്നു. ഫസ്റ്റ് തന്നെ കുറച്ചൊന്ന് നോക്കി വന്നതാണ്. ഫോണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ എന്താ ഒരു എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോണൊക്കെ മാറ്റി വെക്കുക ചെയ്യുക. പക്ഷെ ഇതിൽ ഫോൺ അങ്ങനത്തെ ഒക്കെ ആവശ്യമുണ്ട്. കാരണം എന്ത് കണ്ടാലും സെർച്ചിങ്. നമ്മൾ സെർച്ചിങ് മെയിൻ. ഇപ്പോൾ നമുക്ക് ഏതൊരു ഓപ്ഷൻ കിട്ടിയാലും അതിൻ്റെ മറ്റേ ഒരു ക്വസ്റ്റ്യൻ വന്നു അതിൻ്റെ ഓപ്ഷൻ ഇതാണെന്ന് നമുക്കറിയാം. അത് മാത്രം പഠിക്കാതെ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കുക, സെർച്ച് ചെയ്യുക. ഈ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിലേക്ക് എത്തുക. റീൽസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാ പഠിച്ചിരുന്നത്. നമ്മളെ ഷെയറിങ് സോഷ്യൽ മീഡിയയിലും ആർക്ക് അവയർനെസ് ഒക്കെ തന്നെ കുറേ റീൽസും അങ്ങനത്തെ കുറേ ഉണ്ടാവും ആർക്കുമായി ബന്ധപ്പെട്ട. PDF ആയാലും ഒക്കെ ഷെയർ ചെയ്തു. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് മറ്റവർക്ക് അങ്ങനെ അങ്ങനെ കുറേ PDF ഉണ്ടായിരുന്നു. അതൊന്നും നോക്കാൻ തന്നെ സമയം ഉണ്ടായില്ല. അതിന് മാക്സിമം നോക്കി പോവാന്നുള്ള ലെവലായിരുന്നു. റാങ്ക് ഔട്ടായി റിസൾട്ട് വന്നപ്പോൾ എന്തായിരുന്നു പാരൻസിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ February 23 ഫസ്റ്റ് സെഷൻ്റെ റിസൾട്ട് വന്നു. അപ്പം അന്ന് പറയുമ്പോൾ ഇക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ആ ടെൻഷൻ അടിച്ച് കരയിൽ തുടങ്ങി. അപ്പോൾ ഉമ്മ പറയും എന്തിനാ ഇപ്പം തന്നെ കരയുന്ന, റിസൾട്ട് എന്താ തോറ്റ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഇങ്ങനെ NIT കിട്ടി. അപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. 98.96. പിന്നെയാണ് മാജിദ മിസ് പറഞ്ഞ് മിസ്സിൻ്റെ വീഡിയോ ഒന്ന് വിട്ടു തന്നീ നിൽക്ക്, എന്താ സ്റ്റേറ്റ് ഓപ്പറ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ വീഡിയോ പിന്നെ ഫുൾ വൈറലായി. എല്ലാ റിലേറ്റീവ്സിനും അയച്ചെടുത്ത്. ആ മിസ്സിന്റെ ഓവർ എന്നിട്ട് പിന്നെ എൻ്റെ റിലേറ്റീവ് അത്രയും ഹാപ്പി മിസ് എന്നിട്ട് ഭയങ്കര എല്ലാവർക്കും ഹാപ്പി. എല്ലാവരും ഞാൻ ഇരുന്ന് കരയും. എല്ലാവരും എന്തിനാ ഈ കരയുന്നിട്ട്. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് മൂത്താപ്പൊക്കെ ഇങ്ങനെ മീഡിയാസിനൊക്കെ വിളിച്ചറിയുക. അങ്ങനെ ആകെ തിരക്കിയിരുന്നു. അപ്പം തന്നെ മൂത്താപ്പൊക്കെ എല്ലാവർക്കും നല്ല സന്തോഷമായി. കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ. പിന്നെ ഇപ്പം വന്നു. ഇപ്പം പിന്നെ കടയിൽ നിന്ന് വന്ന് അങ്ങനെ ഫുൾ ഹാപ്പി ആയിരുന്നു. ഫുൾ ഹാപ്പി മൊമെൻറ്റ്. അങ്ങനെ ആലോചിക്കും നല്ല രസം. ബ്രാഞ്ചിലെ എല്ലാവരുടെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലായിടത്തും ഗ്രൂപ്പിൽ ഇങ്ങനെ വരുമല്ലോ ഓരോ അടിപൊളിയായിരുന്നു. അതായത് ഇങ്ങനെ റിസൾട്ട് കാണുന്ന ഒരാള് നോക്കി മിസ് പറയും എടാ എന്തായി നോക്ക് മിസ്സിന് ഭയങ്കര മിസ് ഇങ്ങനെ അയക്ക് കണ്ടിങ്ങനെ. റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ ഞങ്ങളെക്കാട്ടി വെയിറ്റിംഗ് തിങ്കാണെന്ന് തോന്നുന്നു. മിസ്സൊക്കെ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും NIT എന്ന് പറയുന്ന ഒരു ലേബൽ കിട്ടാൻ പോകണല്ലേ? അപ്പോൾ പൊതുവെ IITiansനെ NITiansനെ ഒക്കെ കുറിച്ചിട്ട് കുറേ ധാരണകളുണ്ടല്ലോ. ഭയങ്കര ബുദ്ധിജീവികളായിരിക്കും, ബുക്ക് തിന്നുന്ന ആളുകളായിരിക്കും. സോ നിങ്ങൾ NITians ആകാൻ പോവാ. അപ്പോൾ എന്താ പറയാനുള്ളത് അങ്ങനെ ചിന്തിക്കുന്നവരടുത്ത്? ഒരിക്കലും അല്ല. കാരണം BArch എന്ന് പറയുമ്പോൾ നമ്മളെ സ്റ്റഡി മെത്തേഡ് പറയുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് മറ്റേതിനനുസരിച്ച്. അപ്പോൾ ഇതിൽ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാ പഠിക്കണതിനൊപ്പം തന്നെ ഇപ്പോൾ വർക്ക്ഷോപ്പ്, അതേപോലെ ലൈവ് സ്കെച്ചിങ്, ഔട്ട്ഡോർ സ്കെച്ചിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്നൊക്കെ പറയുമ്പോൾ നല്ല രസമാണ്. ഒരുപാട് പ്രോഗ്രാംസ് ആയാലും കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ടോ വെച്ചാൽ നന്നായിട്ട് പഠിക്കണം. എന്നാൽ അതിനോടൊപ്പം വളരെ ഈ തിങ്കത്തെ ജേണി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ലെവലിലാണ് പോകുന്നത്. ഒരു 1 വീക്ക് ക്ലാസ്സിൽ വരികയാണ്. ഇപ്പോൾ ഒരു 5 ദിവസമൊക്കെ ക്ലാസ് വരികയാണ്. ഇപ്പോൾ ബാക്കി 2 ദിവസം നമുക്ക് സ്കെച്ചിങ് അങ്ങനെ കാരണം വരാം. അപ്പോൾ നമുക്ക് ആ സ്ട്രെസ്സ് ഈ പഠനത്തിൽ ബുക്ക് ഇങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ആ സ്ട്രെസ്സ് വളരെ കുറക്കാനും ഇതൊക്കെ സഹായിക്കും ഈ സ്കെച്ചിങ്ങിനെ കൊണ്ട്. ഇതിലിപ്പോൾ സാധാ സബ്ജക്റ്റ് അറിയണ മാത്സ് ആണ് നോർമൽ എല്ലാത്തിലും ഉള്ളത്. ബാക്കി ആർക്കർനെസ് അറിയുമ്പോൾ നമ്മൾ വായിച്ച് പഠിക്കേണ്ടത്, പിന്നെ ഡ്രോയിങ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള എക്സാംസിനെ പോലെ ഉള്ളത് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് എല്ലാതും ഏകദേശം. ഒക്കെ നമ്മളിപ്പോൾ ഡ്രോയിങ് ആയാലും ഒക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത് തീർക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പറ്റണ തന്നെയാണ്. അടുത്തതായിട്ട് ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടികൾ എന്തായാലും നിങ്ങളുടെ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഒക്കെ അറിയാനായിട്ട് ക്യൂരിയസ് ആയിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ ടിപ്പ് പറയാമോ എല്ലാവരും? ഇപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ വല്ല തിങ്സോ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമ്പോൾ ആർക്കർനെസ്സായി ബന്ധപ്പെട്ട് അത് നമ്മൾ ഫോണിൽ നോട്ട്സിൽ സേവ് ചെയ്ത് വെക്കുക. എന്നിങ്ങനെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കെന്നാൽ ഫ്രീ ടൈമിലും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി അങ്ങനെ വായിക്കാം. അപ്പോൾ അങ്ങനെ തലയിൽ കയറിക്കോളും. അങ്ങനെ അതുപോലെ ഞാൻ ജസ്റ്റ് ഒരു
ആർക്ക് അവയർനെസ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഓരോന്നിനും ആർക്ക് അവയർനെസ്, മാത്സ്, ഇങ്ങനെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ മാത്രമുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ PDF അതിൻ്റെ ഇത് കിട്ടുന്നതൊക്കെ അതൊക്കെ ഇങ്ങനെ ഇടും. അപ്പോൾ ഒക്കെപ്പാടെ ഒന്നുള്ള ഒരു PDF ഉണ്ടാക്കാതെ നമുക്ക് പിന്നെ ഫസ്റ്റ് മുതൽ ഇങ്ങനെ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒക്കെ ഇങ്ങനെ പഠിച്ച് ഇനിയിപ്പോൾ വേണമെങ്കിൽ എക്സാമിൻ്റെ പെട്ടെന്ന് കയറാൻ നേരത്തെ തന്നെ ഒന്നൊന്ന് റിവൈസ് ചെയ്യാനൊക്കെ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ദിശ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ ഓരോത്തിനും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഞാനും ചെയ്തിരുന്നത്. മാത്സിനായാലും ആപ്റ്റിറ്റ്യൂഡിനായാലും. മാത്സിനൊക്കെ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങനെ ഗ്രൂപ്പൊക്കെ ഇട്ട് അത് സോൾവ് ചെയ്ത് കണ്ട് ചെയ്യാം. പിന്നെ അതുപോലെ ആർക്ക് അവയർനെസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറേ ബിൽഡിങ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അതായത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക, അതിൻ്റെ ലൈഫ് സ്കെച്ചുകൾ അപ്പോൾ ഓരോ ബിൽഡിങ്സ് ആദ്യം ഇതിൻ്റെ ആയാലും കുറേ ബിൽഡിങ്സ് എടുത്തിട്ട് അതിൻ്റെ സ്കെച്ചിങ് ചെയ്തിട്ട് അതൊരു നോട്ടാക്കിയാണ്ട് നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എക്സാമിന് വരുമ്പോൾ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അന്ന് ആ ബിൽഡിംഗ് ആണല്ലോ എന്നുള്ള ഒരു സോ നമ്മുടെ ആർക്കിടെക്ചർ ടോപ്പേഴ്സിന്റെ വിശേഷങ്ങളും പ്രിപ്പറേഷൻ ജേർണിയും നമ്മൾ ചോദിച്ചറിഞ്ഞു. ഇനി മറ്റൊരു സക്സസ് സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഫെബിൻ സൈനിങ് ഓഫ്.